ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് മുതൽ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആഴ്ച കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നിങ്ങളെയും കൂടി ചേർത്ത് നമുക്ക് ജേണി സ്റ്റാർട്ട് ചെയ്താലോ എന്നാലോചിച്ചു. അപ്പോൾ ഞാൻ ജേണി സ്റ്റാർട്ട് ചെയ്യുവാണ്, നമ്മൾ വെയിറ്റ് ലോസ്. അപ്പോൾ എൻ്റെ കൂടെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മൾ പറയും പോലെയൊക്കെ ഭക്ഷണം ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാം. ഒരുപാട് എക്സസൈസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ എക്സസൈസൊക്കെ ചെയ്തിട്ട് നല്ല ഡയറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഡയറ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഒരു കപ്പ് നല്ല ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. എണീറ്റൊന്ന് രാവിലെ കുടിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുമ്പായിട്ട് കഴിക്കുന്നത് ഞാനിപ്പോൾ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, കുക്കുംബർ. ഇത്രയും വലിയ കുക്കുംബറൊന്നും എടുക്കുന്നില്ല, അത് കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ജ്യൂസ് നമ്മൾ അടിച്ചു കുടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രമേഹ രോഗികൾ, അതായത് ഷുഗർ ഉള്ളവർക്കും കൂടി ഏറ്റവും നല്ലൊരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ ഇത്ര ആയിട്ട് എടുക്കുന്നുള്ളൂ, നാരങ്ങ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടിച്ച് നന്നായിട്ട് എടുക്കാം. അതിനായിട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അരിച്ച് കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളമോട്ട് എടുക്കും. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയും വേണവേ, അല്ലെങ്കിൽ കുടിക്കാൻ പറ്റൂല. അപ്പോൾ അതിനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. എനിക്ക് ഷുഗർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എനിക്ക് ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. പ്രഗ്നൻസിയിൽ വന്നതാണ്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളെ വിട്ട് പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതിനെയും കൂടി കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള പ്രമേഹ രോഗികൾക്കും അതുപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടെ ചേരാം. നിങ്ങളുടെ ഷുഗർ കണ്ടൻറ്റ് നമുക്ക് കുറച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റും നന്നായിട്ട് കുറച്ചെടുക്കാം. നന്നായിട്ട് മിക്സിയിലൊക്കെ അടിച്ച് വലിയൊരു ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ വയറൊക്കെ ഏകദേശം ഫില്ലാവും. നമുക്ക് പിന്നെ ഒരുപാട് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 8 മണി മുതൽ ഏകദേശം 9 മണിക്കുള്ളിലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 8 മണി 8:30 ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം. എനിക്ക് 3 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ വിടുന്ന തിരക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് അന്നേരം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടൽ കുറവാണ്. എന്നാലും 9 മണിക്ക് എങ്കിലും ഞാൻ കഴിക്കാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ജ്യൂസൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. കുറേശ്ശായിട്ട് കുടിക്കാം. കുറച്ച് ഒരു ചവർപ്പും നെല്ലിക്കാൻ്റെ ഒരു ചവർപ്പും ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നല്ല സ്മൂത്തായിട്ട് കുടിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് തേൻ ഒഴിക്കാൻ ആഗ്രഹമുള്ളവർ ഒഴിക്കുക. ഞാൻ തേനൊന്നും ഒഴിച്ചിട്ടില്ല, മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, അതുപോലെ ഉപ്പും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തേൻ എന്തെങ്കിലും ഒഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല തേനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കുന്നത് ചിക്കനും 2 ചപ്പാത്തിയുമാണ് എടുത്തേക്കുന്നത്. ചിക്കൻ റോസ്റ്റും 2 ചപ്പാത്തി. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഗോതമ്പിൻ്റെ ഐറ്റമാണ് കൂടുതലും കഴിക്കാൻ എടുക്കുന്നത്. അരി ആഹാരം എടുക്കുന്നവർക്ക് 2 ഇഡ്ഡലിയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ 2 അപ്പം, ഇടിയപ്പമൊക്കെ ആണെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്, കൂടുതലൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉച്ചക്കുള്ള നമുക്ക് ഇടക്ക് 2 എണ്ണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് കെടുമോ എന്നൊക്കെ ഓർക്കും. വിശപ്പൊക്കെ കിടും. അത്യാവശ്യം നമുക്ക് ഇറച്ചിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് വിശപ്പൊക്കെ കിടും. അത് കഴിയുമ്പോൾ അഥവാ വിശന്നൊരു 11 മണി ഒക്കെ സമയമാകുമ്പോൾ വിശന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, അതെന്തെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ ഒരു ചിങ്ങമ്പഴം എടുത്തേക്കുന്ന ചിങ്ങമ്പഴം ഞാൻ 2 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിനിടക്കായിട്ട് നമുക്ക് നന്നായിട്ട് വിശക്കുമ്പോഴത്തേക്കും, നന്നായിട്ട് ചെറിയ വിശപ്പ് വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെ എന്തെങ്കിലും പഴവോ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഉച്ചവരെ നമ്മൾ വിശന്നിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശപ്പായി പോകും, ഗ്യാസ് കയറും, അതുപോലെ ഓവർ വിശപ്പാവും. അങ്ങനെ ചെയ്യാതിരിക്കുക. ചെറിയ കയ്യിൽ ചോറ് മാത്രം എടുക്കുക. ചോറിൻ്റെ അളവ് പരമാവധി കുറക്കുക. അപ്പോൾ ഗോതമ്പിന് ഷുഗർ കണ്ടൻറ്റ് ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ചോറും അതുപോലെ തന്നെ ഗോതമ്പും അരിയും ഏകദേശം ഷുഗർ കണ്ടൻറ്റ് ഒരുപോലെയാണ്. എന്നിരുന്നാലും ഗോതമ്പിന് നാരുകളുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ഷുഗർ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിക്കുക. നമ്മൾ 5-6 ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കാൻ നിൽക്കേണ്ട, 2 എണ്ണോ 3 എണ്ണോ ഒക്കെ മതി, അതിൽ കൂടുതലൊന്നും കഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കണ്ടല്ലോ, ഇപ്പോൾ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പച്ചക്കറിയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് തോരൻ,
പിന്നെ എടുത്തേക്ക് മീൻകറി എടുത്തിട്ടുണ്ട്. ഫിഷ് എന്തെങ്കിലും ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ പച്ചക്കറി ഉൾപ്പെടുത്തുക, ഇലക്കറികൾ ഉൾപ്പെടുത്തുക. ഓരോ ദിവസവും നമുക്ക് ഒരു പറ്റുന്ന രീതിയിലെല്ലാം ഉൾപ്പെടുത്തി കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ വളരെ ടയർഡായിട്ടിരിക്കുവാണ്, കാരണം ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ദിവസമായിരുന്നു. അപ്പോൾ പിള്ളേരെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവർ ആ ഒരു ഉച്ചവരെ നമുക്കവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാരൻസിനൊക്കെ ക്ലാസ്സായിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മണി 2 മണിയായിട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ അപ്പോൾ അന്നേരം നല്ല ടയേർഡായിട്ടുണ്ട്. അന്നേരം ഇത് കഴിക്കുവാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. വെള്ളം എല്ലാവരും ഇഷ്ടം പോലെ കുടിക്കുക. ഫുഡിൻ്റെ ഇടയ്ക്ക് കുടിക്കാതിരിക്കുക, എന്നാലും ഫുഡ് കഴിച്ച് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. ഇത് ഞാൻ വൈകുന്നേരം ചായക്ക് പകരമായിട്ട് എടുത്തേക്കുന്നത് കരിമ്പൻ ജ്യൂസാണ്. കരിമ്പൻ ജ്യൂസ് ഓൾറെഡി വീട്ടിൽ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. കരിമ്പൻ ജ്യൂസിൽ നമ്മൾ ഇതുപോലെ ഷുഗറൊന്നും ചേർത്തതല്ല, നല്ല ഫ്രഷ് കരിമ്പൻ ജ്യൂസാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ നല്ല ഷോപ്പുണ്ട്. അപ്പോൾ നല്ല ഇഞ്ചിയും പുതിനയിലേക്ക് ഇട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കരിമ്പ് ജ്യൂസാണ്. അപ്പോൾ അത് വാങ്ങിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനപ്പോൾ അത് ഒരു ചെറിയൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം അതാണ് ഇന്ന് കുടിച്ചത്. ചായയൊന്നും എടുത്തില്ല. ചായ വളരെ പരമാവധി കുറവാണ്. രാവിലെയും ചായ എടുക്കൽ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചായ സ്ഥിരം കുടിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് ഒരു കുറേശ്ശെ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. മധുരവും അതുപോലെ തന്നെ 2 സ്പൂണ് മധുരമൊക്കെ ഇടുന്നവർ അത് ഓരോ സ്പൂണും പകുതി എന്നുള്ള രീതിയിൽ അളവ് കുറച്ച് കൊണ്ടുവരിക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കില്ല. സ്ഥിരമായിട്ട് കഴിക്കണം. ഒറ്റയടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ കുറേ നാളായിട്ട് അത്യാവശ്യം ഷുഗറൊക്കെ അളവ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രോബ്ലം ഇതില്ല. നിങ്ങളതെല്ലാം ചെയ്യുമ്പോഴത്തെ ഒറ്റയടിക്ക് പോയി ഷുഗർക്ക് നിർത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറേശ്ശായിട്ട് കുറയ്ക്കുക. ചോറൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് എടുക്കുക. അപ്പോൾ ഇനി നൈറ്റ് എന്താണെന്നല്ലേ നൈറ്റ് എടുത്തേക്കുന്നത്, ഞാൻ ഓട്സിൻ്റെ ഒരു മിക്സറാണ്. മിക്സറിൻ്റെ അതായത് അതിൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടാവും, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഓട്സ് എല്ലാ കണ്ടൻറ്റും അടങ്ങിയ ഒരു മിക്സ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ പാല് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് തിളപ്പിച്ചെടുത്തേക്കുവാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നോക്കിയോളൂ, ഓട്സ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് സീഡ്സ് ഉണ്ട്. എല്ലാ സീഡ്സിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ബദാം ഉണ്ട്, അതുപോലെ തന്നെ ഈന്തപ്പഴം ഉണ്ട്, ചെറി, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ അതിൻ്റെ ചിയാ സീഡ്സും ഒരുപാട് സീഡ്സ്, പലതരം സീഡ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സീഡ്സ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല ഇത്. അപ്പോൾ ഇത് നമുക്ക് പാലിലൊഴിച്ച് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുതിരും. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാര ഞാൻ ഒട്ടും ഉപയോഗിക്കുന്നില്ല. പഞ്ചസാര ഇടാതെ തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നല്ല ചൂട് പാലൊഴിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു ബൗൾ നിറച്ചാവും. അപ്പോൾ ഇത് ഒരു ബൗളും ഫുള്ളായിട്ട് എനിക്ക് കഴിക്കാനല്ല, എനിക്കും ഹസ്ബൻഡിനും കൂടി കഴിക്കാനാണ്. ഞാനും നൗഫും കൂടി പപ്പാതി എടുത്ത് കഴിക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് വീർത്ത് വരും, കാരണം ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ വീർത്ത് ആ പ്ലേറ്റ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മധുരം ഇടാതെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നൗഫിന് കുറച്ച് മധുരം ഇട്ട് കൊടുക്കും, പക്ഷെ ഞാൻ ഒട്ടും മധുരം ഇടാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പകുതി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പഴവ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മട്ടിപ്പ് മധുരം ഇല്ലാതെ കഴിക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറും. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം എല്ലാ സീഡ്സും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. ബദാമൊക്കെ ആണെങ്കിൽ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടേക്കണ ഒരിതാണ്. അപ്പോൾ ഇതിന് കുറച്ച് നേരം ഇരുന്ന് നല്ലപോലെ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റ് ഫുള്ളായിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്കത് പകുതി എടുക്കും. ഞാൻ അതിൻ്റെ അകത്ത് പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡ് ഇതാണ്. രാത്രി ഇനി ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തി കഴിക്കാം, അതിൻ്റെ അകത്ത് 2 എണ്ണമൊക്കെ കഴിക്കാം. അതുപോലെ എന്തെങ്കിലും സാലഡായിട്ട് എടുക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് പോകാം, എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ നൈറ്റ് ഇതോടെ നമ്മുടെ ഫുഡ് ഐറ്റംസ് കഴിയണം. ഒരു 8 മണിക്കുള്ളിൽ തന്നെ കഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. നല്ല 7 മണിക്ക് തന്നെ കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുപ്പിയിലാണ് ഞാൻ വെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. ഈ കുപ്പിയിൽ 2 ബോട്ടിൽ അല്ലെങ്കിൽ 3 ബോട്ടിൽ ഒരു ദിവസം വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും മാക്സിമം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളമാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം കുടിക്കുക.
അപ്പോൾ പിന്നെ ഇതിന് യൂറിക് ആസിഡ് ഉള്ളവർക്കും കൂടിയുള്ള ഡയറ്റിംഗ് കൂടിയാണ് കേട്ടോ ഇത്. യൂറിക് ആസിഡ് ഉള്ളവർക്കും വളരെ നല്ലതാണ് ഈ ഡയറ്റിംഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വളരെ ഹെൽപ്ഫുള്ളാവും. അതുപോലെ ഷുഗർ ഉള്ളവർക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അതാ ഇതിൻ്റെ അകത്ത് ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ എടുത്ത് നൗഫിന് കൊടുത്ത് പകുതി ഞാനും എടുത്തതാ. ഇതാണ് പകുതി ഉള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഒരു പഴം കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പൂവമ്പഴം ഞാനിതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതും കൂടി മിക്സ്. അപ്പോൾ ഏകദേശം ഫുള്ളാവും. അത് ഫുള്ള് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറങ്ങാണ്ട് ഫില്ലാവും. പിന്നെ ഒരുപാട് കഴിക്കണമെന്ന് ആവശ്യം. നമുക്ക് വിശപ്പ് ഇടാൻ കൂടുതൽ അതിൻ്റെ അകത്ത് സാധനമുണ്ട്. രാത്രി കുറച്ച് ലൈറ്റായിട്ട് തന്നെ എപ്പോഴും കഴിച്ചാൽ മതി. വയറിച്ചിരി കാലിയായിട്ട് കിടക്കണതാണ് എപ്പോഴും നല്ലത്. അതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. എനിക്ക് ഗ്യാസ് ട്രബിൾ ഉള്ളു കേട്ടോ. അപ്പോൾ ഗ്യാസ് ട്രബിളും ഉണ്ട്, അതുപോലെ ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയുള്ള ആൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അതെ, നമുക്ക് വയറ് കാലിക്കിടാൻ പറ്റില്ല. അങ്ങനെയുള്ളവരും ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് ട്രബിളുമായിട്ടും കൂടും. അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉണ്ട്. പിന്നെ ഷുഗർ കൂടുതലുള്ളവർക്കും അറിയാം, ഷുഗർ ഉള്ളവർക്ക് അറിയാമല്ലോ. കാരണം അതും ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണ സമയം ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒരു പഴവോ അല്ലെങ്കിൽ 2 നട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണെങ്കിൽ ഒരു വയറ് കാലിയാവാതെ തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഹെൽത്തി ആയിട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പട്ടിണിക്ക് കിടന്ന് അല്ലെങ്കിൽ നമ്മൾ രാവിലെ മാത്രം എന്തെങ്കിലും കഴിച്ച് പിന്നെ കഴിച്ചില്ല അങ്ങനെ ഫുള്ളായിട്ട് പട്ടിണിക്ക് കിടക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ ഫുഡ് കുറേ നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഡയറ്റ് ചെയ്യാം. അപ്പോൾ ദാ ഇത് ഞാൻ ഇപ്പോൾ ഇതേ പഴമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു ബൗൾ നിറച്ചായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. പഴം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഞാൻ കഴിക്കുവാണ്. അപ്പോൾ നല്ല അത്യാവശ്യം മധുരം ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം അവിടെ മാറിക്കിട്ടി. അപ്പോൾ ഈ മധുരം ഇല്ലാതെ ഇത്രയും ഇത് കഴിക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. അപ്പോൾ അത് മധുരം ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം മാറിക്കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നമുക്കിതൊരു മസ്റ്റ് ചാലഞ്ചിങ് ആണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് വെയിറ്റ് കുറക്കാം. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആരോഗ്യത്തോടുകൂടി വെയിറ്റ് കുറക്കാം. നല്ല സുന്ദരിയാവാം, സുന്ദരന്മാരും ആകാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തുടങ്ങാം അല്ലേ? അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യുക. നമ്മൾ ഒരുപാട് പട്ടിണിക്ക് കിടക്കുന്ന കുറേ വെയിറ്റ് കുറക്കാനുള്ള ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഭക്ഷണം ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. അത് നമുക്ക് ഓരോ ദിവസം ഇനി ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എക്സസൈസ് ആണെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ടൈം ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഒന്നും കാണിക്കാനത്. നമുക്ക് വരുന്ന വീഡിയോസിൽ കുറച്ച് ചെറിയ ചെറിയ എക്സസൈസും അത്യാവശ്യം വയറൊക്കെ നമുക്ക് കുറക്കാനുള്ള എക്സസൈസും ഒക്കെ ചെയ്യാം. വെയിറ്റ് ലോസിനും മാത്രമല്ലല്ലോ, നമ്മൾ ഷുഗറിനും കൂടിയല്ലേ ചെയ്യണം. അപ്പോൾ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ ഉള്ളത് ഇപ്പോൾ അത്യാവശ്യം എനിക്ക് ഷുഗർ ഉള്ളതെന്ന് പറയുന്നത് 283 ഷുഗർ ഉണ്ട് എനിക്ക് ഓൾറെഡി. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ ഒരു മാസത്തെ ചലഞ്ചിങ് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും ഏകദേശം ബോധ്യമാവും. നമുക്ക് വെയിറ്റും ഡെയിലി നോക്കാം. അപ്പോൾ വെയിറ്റും നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ഓരോ ദിവസവും ചിലപ്പം ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ വെച്ചൊക്കെ കുറയുള്ളൂ. എന്നാലും ഒരുപാട് അങ്ങോട്ട് കുറയില്ല. അത് അൺഹെൽത്തി ആയി പോവും. അപ്പോൾ കുറേശ്ശെ അത്ര വെച്ച് നമുക്ക് കുറഞ്ഞാലും നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഡയറ്റ് ഡോക്ടർമാരാണെങ്കിലും പറയുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസം 1 കിലോ എന്ന് വെച്ച രീതിയിൽ കുറച്ചെടുത്താലും മതി നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഡോക്ടർമാരൊക്കെ ആണെങ്കിലും പറയും ആഴ്ച 1 കിലോ എന്ന രീതിയിൽ കുറച്ചെടുത്താൽ മതി. ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് മാറ്റണം എന്ന് അൺഹെൽത്തി ആയി പോവും. അത് നമുക്ക് ശരീരത്തിന് ചിലപ്പോൾ നന്നായിട്ട് ക്ഷീണം ബാധിക്കും, തളർച്ച ബാധിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ട് നല്ല നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നല്ല ഒരു എനർജിക്റ്റ് ആയിട്ട് നമ്മുടെ ക്ഷീണങ്ങളും തളർച്ചകളെല്ലാം മാറ്റി അതുപോലെ തന്നെ നമ്മുടെ ഷുഗറൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ കാത്തിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് കൂടെ തന്നെ ചേരാൻ ആഗ്രഹമുള്ളവരെന്ന് പറയുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായമാണ് എനിക്ക് കൂടുതലും മോട്ടിവേഷൻ ആവുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.